ഇന്നത്തെ ഇപ്പോൾ വെറും അഴിമതിയല്ലേ ഉള്ളൂ. അമ്പലം വരെ കട്ടുള്ളൂ. ജനങ്ങൾക്ക് പോലെ ഭരണം കൊണ്ട് ഒരു കാര്യമില്ല. ഇനി തുടർന്ന് ഒന്നുകൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ കേരളം തന്നെ ഉണ്ടാവില്ല. ഭരണമാറ്റം തീർച്ചയായിട്ടും വേണം. കാരണം ഭരണമാറ്റം ഭരണത്തെക്കുറിച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ അഴിമതി കുറച്ചിരിക്കും. ഇത് എന്നും നോക്കിയാൽ ദിവസവും അഴിമതിയുടെ കാര്യം ഉണ്ടാവും. ഇപ്പോ ശബരിമലയുടെ കാര്യം ചിന്തിച്ചു നോക്കുക, എന്താ സ്ഥിതി? വളരെ മോശവും, വളരെ 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 മോശവും. ഇതിലേറെ പോകും. പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ മനസ്സ് എങ്ങോട്ടാണ്? പിണറായി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ ജനങ്ങൾ വീർപ്പുമുട്ടുകയാണോ? ജനങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം. ഒന്ന് മാറി കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്. പിന്നെ നല്ലൊരു തുടർന്ന് നമുക്ക് ഇതാകുമ്പോൾ നല്ലൊരു മാറ്റം കിട്ടുന്നതാണ്. ജനങ്ങൾക്ക് അത്രയും മെച്ചുണ്ടാവുന്നില്ല. പെണ്ണുങ്ങള് അങ്ങനെ സാമ്പത്തികമായിട്ട് നല്ല ജനങ്ങൾ എല്ലാ രംഗത്തും നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊരു ഭരണമാറ്റം വേണമെന്നില്ല തന്നെയാണ് എൻ്റെ അഭിപ്രായം. എല്ലാ രംഗത്തും വിലക്കയറ്റം, അതുപോലെ നികുതി കൂട്ടി, പിന്നെ വസ്തുനികുതി കൂട്ടി, കെട്ടിട നികുതി, മറ്റുള്ള കാര്യങ്ങളൊക്കെ കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു. ജനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ളൊരു പിന്നെ സാധനങ്ങളോ കാര്യങ്ങളോ കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഇരട്ടി പൈസയും കാര്യങ്ങളും വേണം. മാറ്റം വന്നു കഴിഞ്ഞാൽ അതിലൊക്കെ ഒരു മാറ്റം വരുന്നില്ല. അത് മാത്രമല്ല, ക്രമസമാധാന രംഗത്തും പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ. പാർഷ്യാലിറ്റി വല്ലാതെ ഉണ്ട്. ഭരണമാറ്റം വേണം തന്നെയാണ്. എന്താ വെച്ചാല് ഒരു 5 വർഷം നമുക്ക് ഭരണം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് മാറ്റങ്ങൾ കാണാൻ പറ്റും. പിന്നീട് വീണ്ടും ഒരു 5 വർഷം കൂടി ആകുമ്പോൾ അത്ര തന്നെ നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. ഇനി ഒരു 5 വർഷം കൂടി ആകുമ്പോൾ നമുക്ക് ഇനി വികസനങ്ങൾ എന്താ വരാനുള്ളത്, എന്തൊക്കെ നമുക്ക് ആവശ്യങ്ങളെന്ന് പറയാൻ പോലും നമുക്ക് പറ്റാത്തൊരവസ്ഥയിലോട്ട് വരും. എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഭരണമാറ്റം വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തുടർഭരണം വേണ്ട. മടുത്തുക എന്താ മടുക്കാതിരിക്കാനുള്ള കാര്യം ചെയ്യുന്നത്? ഭരണമാറ്റം തീർച്ചയായിട്ടും വേണം. കാരണം ഭരണത്തെക്കുറിച്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ അഴിമതി കുറച്ചിരിക്കും. നല്ല ഭരണം കാഴ്ചവെക്കണം. ആരായാലും അഴിമതി രഹിത ഭരണം ഇത് ജനം തീരുമാനിക്കട്ടെ. എന്താ തുടർഭരണം എന്ന് പറഞ്ഞാണ്ടല്ലോ, അഴിമതിയും അക്രമവും മാറണം. അതിനുള്ളൊരു ഭരണം വരണം. ഇപ്പോൾ ഉള്ളതിൽ അഴിമതി നല്ലവണ്ണമുണ്ട്, അക്രമം ഉണ്ട്. അത്യാവശ്യത്തിൽ നിഷ്പക്ഷമായ കാര്യങ്ങൾ നിർവഹിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക വേണ്ടത്. ഇത് എന്നും നോക്കിയാൽ ദിവസവും അഴിമതിയുടെ കാര്യം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ശബരിമലയുടെ കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എന്താ സ്ഥിതി? അത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ഈ മലപ്പുറം ജില്ലയിൽ എത്ര രൂപ അനാവശ്യമായി ചെലവഴിച്ചിട്ട് ആവശ്യമില്ലാതെ ഇതൊന്നും ആർക്കും അറിയാം. എത്രയോ വനഭൂമികൾ കയ്യേറിപ്പോയിരുന്നു ഇവിടെ. വേറെ ഇപ്പോൾ സത്യസന്ധമായിട്ട് പറയുക വെച്ചാൽ നല്ല ലീഡർഷിപ്പിന്റെ ഒരു കുറവ് പലവർക്കും ഉണ്ട്. അതാണ് ഭരണമാറ്റം വേണം. പിന്നെ കിട്ടിയപ്പോൾ വളരെ മോശമായി. ഇനി UDF ഒന്ന് ഭരിക്കണം, മറക്കില്ല. UDFന്റെ മോശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളെ മേഖലകളൊക്കെ പറ്റെ സ്തംഭിച്ചു. ഏർപ്പാടുകളൊന്നും നടക്കണില്ല. ഭൂമിന്റെ ഇടപാട് കാര്യങ്ങളൊക്കെ ആകെ സ്റ്റോപ്പാക്കിയില്ലേ. പിന്നെ ഇപ്പം ഇവിടെ ജനങ്ങൾക്ക് പോലെ ഭരണം കൊണ്ട് ഒരു കാര്യമില്ല. ഇനി തുടർന്ന് ഒന്നുകൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ കേരളം തന്നെ ഉണ്ടാവില്ല. കുറച്ച് മോശപ്പെട്ട ഭരണമായി മാറി. ഇനി മൂന്നാം ഭരണം കിട്ടുന്നുള്ള പ്രതീക്ഷ ഒന്നും ഇല്ല. UDF 5 കൊല്ലം UDF വരട്ടെ, ഈ ഭരണം നമുക്ക് കാണാലോ. ഒന്ന് മാറുന്ന ഇടയ്ക്കിടയ്ക്ക് വന്ന് അങ്ങോട്ടും മാറുന്നത് നല്ലത് തന്നെയാണ്. തീർച്ചയായും ഒരു ഭരണമാറ്റം ഉണ്ടെന്നാണെങ്കിൽ മാത്രമേ ഇപ്പോഴുള്ള മിസ്റ്റേക്കുകൾ അത് തിരുത്തി ഒരു നല്ലൊരു രീതിയിലുള്ള ഭരണം ഇൻ ഫ്യൂച്ചറിൽ എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ ഒരു ഭരണമാറ്റം എപ്പോഴും നല്ലതാണ്. പിന്നെ അത് മാത്രമല്ല, ഡ്രോബാക്സ് കാണിച്ചു കൊടുക്കാൻ അല്ലെന്നാണെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷം പറയുന്ന അവർക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കി കാണാം, എന്താണ് അവർക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കുന്നതെന്ന്. സത്യത്തിൽ CM-നോടുള്ള ആ ഒരു CM-ന്റെ ആറ്റിറ്റ്യൂഡൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ പൊതുജനങ്ങളിൽ അല്ലെന്നാണെങ്കിൽ ആ ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്നവർക്ക് വരെ ചിലപ്പോഴും നെഗറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഇപ്പോൾ വെറും അഴിമതിയല്ലേ ഉള്ളൂ. അമ്പലം വരെ കട്ടുള്ളൂ. ഇപ്പം ഇന്നത്തെ പ്രശ്നം നോക്കി വീണ ജോർജിന്റെ എന്തെങ്കിലും പ്രശ്നം കാണുന്നുണ്ട് നമ്മൾ അനാചരിക്കാൻ നിൽക്കണമെന്നല്ലേ? എന്റെ അഭിപ്രായത്തിൽ മാറ്റം മാറണം. ആദ്യം 5 വർഷം കുഴപ്പമില്ല, പിന്നെ അവിടെ നിന്നുള്ള 5 വർഷം ഫുള്ള് മോശമാണ്. പക്ഷെ അവരെ കൊണ്ട് കയ്യിലായി മുന്നോട്ട് കൊണ്ടാൽ കയ്യിൽ അവരെ കൊണ്ട് നടപടി ആവൂല. വളരെ മോശവും, വളരെ 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 മോശവും. ഇതിലേറെ പോകും. ഒരു മാറ്റം എന്തായാലും വേണം തന്നെയാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. അത്
പല കാര്യങ്ങൾ കൊണ്ടാണ്. അതൊന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എപ്പോഴും ഒരു ആൾക്കാരനെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു കോംപ്ലസൻസി ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് മാറ്റം വരട്ടെ. അത് ആര് വരണം എന്ത് വരണം എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അല്ല, തുടർഭരണം എന്തായാലും ഇനി വേണ്ട. കാരണം അങ്ങനത്തെ ഭരണമല്ല ഇപ്പൊ. എന്ത് സംഭവിച്ചാലും പറ്റ മോശമായിട്ടുണ്ട്. ഇനി വളരെ മോശമായിക്കാരം ഇവിടുന്നാണ് പോകുന്നത്. ഇനി ഏതായാലും ഇത് വേണ്ട, ഈ ഭരണം ഇനി എന്തായാലും വേണ്ട. ഇനി CPM അധികാരത്തിൽ വരികയാണെങ്കിൽ നമുക്ക് പിന്നെ ബംഗാളിലെ അവസ്ഥ CPM. കാരണം ബംഗാളിൽ CPM തുടർഭരണം കിട്ടിയതിൻ്റെ ഒരു ഇതാണ് CPM അവിടെ ഇല്ലാതായി പോയത്. അത് ഇനിയൊരു ഭരണമാറ്റം വേണം. നേരെ മറിച്ച് ഒന്നാം പിണറായി സർക്കാരിൻ്റെ പെർഫോമൻസ് അല്ല രണ്ടാം പിണറായി സർക്കാരിനുള്ളത്. രണ്ടാം പിണറായി സർക്കാർ വളരെ പരാജയമാണ് എല്ലാ നിലക്കും. ഈ സർക്കാരിന് മാറിക്കൊടുക്കണം എന്നുള്ളതാണ്. UDF സർക്കാർ വരണം. അതാണ് പൊതുജനത്തിനും നല്ലത്, കേരളത്തിനും നല്ലത്. 100% ഉണ്ടാവും. കാരണം പുതിയ സിദ്ധാന്തങ്ങളാണ് UDF സർക്കാരിൻ്റെ ഇതിൽ വരുന്നത്. അവരുടെ പ്രകടന പത്രികയിൽ പുതിയ ആശയങ്ങളാണ് കാണിക്കുന്നത്, ഉൾപ്പെടുത്തുന്ന UDFൻ്റെ ചാനലുകൾ കാണുന്നത്. ഈ പ്രാവശ്യം CPM ഭരണം ഒറ്റ മോശമാണ് രണ്ടാമത്തെ ടേമിൽ. ഇനിയിപ്പോൾ CPM ഇനി വന്നിട്ടാണെങ്കിൽ പിന്നെ CPM ഭരണം ഇതിനെക്കാട്ടും മോശമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ഭരണമാറ്റം അത്യാവശ്യമാണ്. UDF ഭരണം